കേരള സർവകലാശാല യൂണിയൻ ഉദ്ഘാടനത്തിൽ രജിസ്ട്രാറായി പങ്കെടുക്കുക ഡോക്ടർ കെ.എസ്. അനിൽകുമാർ എന്ന് വ്യക്തമാകുന്നു. ആശംസാ പ്രസംഗം നടത്തുക കെ.എസ്. അനിൽകുമാർ ആയിരിക്കുമെന്ന് വ്യക്തമാക്കി യൂണിയന്റെ നോട്ടീസ് ഇറക്കിയിരിക്കുകയാണ്. വി.സി. മോഹനൻ കുന്നുമലും പരിപാടിയിൽ പങ്കെടുക്കും. ഇന്ന് വൈകിട്ടാണ് യൂണിയൻ ഉദ്ഘാടനം. ഗോപാൽ ഷീലാസനിലാണ് ചേരുന്നത്. ഗോപാൽ, തർക്കം നിലനിൽക്കുന്നതിനിടയിൽ വി.സിയും രജിസ്ട്രാറും ഒരുമിച്ചെത്തുമെന്നതാണ് ആകാംക്ഷ. മാത്രമല്ല, രജിസ്ട്രാറായി കെ.എസ്. അനിൽകുമാർ തന്നെ എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതേ വിനിത, കേരള സർവകലാശാലയിലെ യഥാർത്ഥ രജിസ്ട്രാർ ആര് എന്ന തരത്തിലേക്കുള്ള ചോദ്യങ്ങളും നിയമപോരാട്ടവും എല്ലാം തന്നെ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ഇന്ന് കെ.എസ്. അനിൽകുമാറും വി.സി. മോഹൻ കുന്നുമലും ഒന്നിച്ചൊരു വേദി പങ്കിടാൻ പോകുന്നത്. SFIയുടെ നേതൃത്വത്തിൽ അധികാരത്തിലേറുന്ന സർവകലാശാല യൂണിയന്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് വഴുതക്കാട് വുമൻസ് കോളേജിൽ വെച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആ പരിപാടിയുടേതായി പുറത്തിറക്കിയിരിക്കുന്ന നോട്ടീസിൽ രജിസ്ട്രാർ സ്ഥാനത്ത് ഡോക്ടർ കെ.എസ്. അനിൽകുമാറിന്റെ പേരാണുള്ളത്. ആശംസാ പ്രസംഗം നടക്കുന്നവരുടെ പട്ടികയിൽ രജിസ്ട്രാർ ഡോക്ടർ കെ.എസ്. അനിൽകുമാർ എന്ന പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറുവശത്ത് വൈസ് ചാൻസലർ ഇപ്പോഴും വാദിക്കുന്നത് സർവകലാശാലയിൽ രജിസ്ട്രാർ ഇല്ല, രജിസ്ട്രാർ ഇൻചാർജായ മിനി സി കാപ്പൻ മാത്രമാണ്. മിനി സി കാപ്പനാണ് ഔദ്യോഗികമായി ചുമതല വഹിക്കേണ്ടതും ഔദ്യോഗികമായി ആ തീരുമാനങ്ങൾ എടുക്കേണ്ടതും എന്നതാണ്. അപ്പോഴാണ് മറുവശത്ത് ഇത്തരത്തിൽ ഈ തീരുമാനം സർവകലാശാല യൂണിയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഒരേ സമയം തന്നെ രണ്ടുപേരും ഒരു വേദിയിലെത്തുമ്പോൾ ആ രാഷ്ട്രീയം അതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് കണ്ടറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും SFIയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ യൂണിയൻ അധികാരത്തിലേറുന്നത്. വലിയ പ്രതിഷേധം SFI വൈസ് ചാൻസലർക്കെതിരെ ഉയർത്തിയിരുന്നു. സർവകലാശാല യൂണിയനായി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി അടക്കമുള്ളവരാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയത്. ആ സമരം നടത്തിയവർ നടത്തുന്ന പരിപാടിയിൽ വി.സി. പങ്കെടുക്കും എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി ലഭിക്കുന്ന വിവരം. അദ്ദേഹം അത്തരത്തിൽ പങ്കെടുക്കുമോ അതോ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് വിട്ടുനിൽക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.